എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരോട് ഞാൻ കാലുപിടിച്ച് പറഞ്ഞു, ഒന്ന് വരണം, മണ്ഡലത്തിലൊന്ന് വരണം, നമ്മൾ ജയിക്കും. ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല റിസൾട്ട്. പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ 10 വർഷത്തെ കിരാത ഭരണം അവസാനിപ്പിച്ച് UDF-ന്റെ കയ്യിലേക്ക് ഭരണം കിട്ടിയ ദിവസമാണിന്ന്. ഭരണം കിട്ടിയിട്ട് 1 മാസമായി, പക്ഷെ ഇന്നാണ് നമ്മുടെ വോട്ട് നില പുറത്തു വന്നത്. 102 സീറ്റ്, അത്യാവശ്യം തരക്കേടില്ലാത്ത സീറ്റ്. ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല UDF. പക്ഷെ 102 സീറ്റ് കൊടുത്തു. ആര് കൊടുത്തു എന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാതെ പോകരുത്. ഇത് ഇന്നാണ് ഇത് പറയേണ്ടത്. 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം UDF-ന് ഇത് അർഹിച്ച വിജയമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് UDF ജയിച്ചു എന്ന് വെച്ചാൽ അതിനും കാരണമുണ്ട്. ഏതായാലും 102 സീറ്റ് അവർക്ക് കിട്ടുമ്പോൾ ഇതുവരെ 10 വർഷം ഇവിടെ ഭരിച്ച് നാട് നന്നാക്കിയ ആ മുന്നണിക്ക് പിണറായി എന്ന ഒരൊറ്റ മഹാന്റെ പ്രവൃത്തി കൊണ്ട് കിട്ടിയത് വെറും 35 സീറ്റ്. എന്നാൽ ഇതൊക്കെ നോക്കി കണ്ടുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിരുന്ന BJP അക്കൗണ്ട് തുറന്നുകൊണ്ട് 3 MLA-മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊരു വലിയ ചരിത്രമാണ്. കേരളത്തിൽ ഇപ്പൊ UDF നേടിയിട്ടുള്ള ഈ നേട്ടം യഥാർത്ഥത്തിൽ UDF-ന്റെ നേട്ടമാണോ? അല്ല. ഇവിടെ VD സതീശനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ CPM വിട്ടുവന്നവരോ മറ്റാരോ അവരാരും വിചാരിച്ചിട്ട് UDF-ന് കിട്ടിയ ഒരു മുന്നേറ്റമല്ല ഇത്. ഈ 102 സീറ്റിൽ ഏതാനും ചില സീറ്റുകൾ വ്യക്തിപരമായിട്ട് അവരുടെ കഴിവ് കൊണ്ട് കിട്ടി എന്നല്ലാതെ ബാക്കിയെല്ലാം പിണറായി എന്ന് പറയുന്ന CPM-ന്റെ നേതാവായിട്ടുള്ള ഇതുവരെ 10 വർഷമായി മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആ ഏകാധിപതിയോടുള്ള വെറുപ്പ് കാരണം ഇവിടുത്തെ സഖാക്കൾ സമ്മാനിച്ചതാണ് എന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം ഈ കിട്ടിയ വോട്ടും ഈ കിട്ടിയ സീറ്റും എല്ലാ കാലം നിലനിൽക്കണമെന്നല്ല. അതായത് പിണറായി എന്ന് പറയുന്ന ഒരു ഏകാധിപതിയെ മാറ്റി നിർത്തിയേ പറ്റൂ. CPM എന്ന് പറയുന്ന ആ പാർട്ടിയെ രക്ഷിച്ചെടുത്തേ പറ്റൂ. മൂന്നാമതൊരു പിണറായി സർക്കാർ കൂടി വന്നാൽ അവരുടെ പാർട്ടി ഇല്ലാതായി പോകും എന്ന് കരുതി CPM-ന്റെ തന്നെ വോട്ടർമാർ, ആ അണികൾ, ഉത്തമരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ, അവരാണ് സത്യത്തിൽ കോൺഗ്രസിന് വോട്ട് കൊടുത്തത്. വേറെ നിവൃത്തിയില്ലാതെ കൊടുത്തത് ഒരു അടി കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ തെളിവാണ് ധർമ്മടത്തുനിന്ന് വരുന്നത്. ഞാൻ എൻ്റെ മുഴുവൻ ദേശീയ നേതാക്കന്മാരോടും എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരോടും ഞാൻ കാലുപിടിച്ച് പറഞ്ഞു, ഒന്ന് വരണം, മണ്ഡലത്തിലൊന്ന് വരണം, നമ്മൾ ജയിക്കും. പക്ഷെ ആരും ചെവി കൊണ്ടില്ല. എല്ലാവരും പുഞ്ചിരിച്ച് അതിനെ തള്ളുകയാണ് ചെയ്തത്. അവസാനം ഞാൻ വടകര MP ഷാഫി പറമ്പിലിനോടും പറഞ്ഞു, നിങ്ങളെങ്കിലും ഒരു ദിവസം വരണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ് അദ്ദേഹം. പക്ഷേ പരിപാടി ക്യാൻസൽ ചെയ്യുകയാണ്. ഈ 10 വർഷക്കാലം പിണറായി വിജയനെതിരെ പറഞ്ഞവരാരും തന്നെ ധർമ്മടത്ത് വന്നിട്ടില്ല എന്നുള്ള സങ്കടമാണ്. ഞാൻ അന്നും പറഞ്ഞു, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല റിസൾട്ട്. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച അബ്ദുൾ റഷീദ് ധർമ്മടത്തിന്റെ പൾസ് അറിയാവുന്ന, ധർമ്മടത്ത് പോയി ഓരോ വീടുകളിലും ഏരിയകളിലും കയറി ഇറങ്ങി പിണറായിയോടുള്ള അടങ്ങാത്ത ദേഷ്യം എങ്ങനെയും ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള അവരുടെ നേതാക്കളുടെ, അവിടുത്തെ പ്രവർത്തകരുടെ, സാധാരണക്കാരുടെ, സഖാക്കളുടെ ഒരു തോന്നൽ, ആ തോന്നലിനെ വോട്ടാക്കി മാറ്റാൻ ഒരു നേതാവ് ഇവിടെ നമ്മൾ മികച്ചവനെന്നും ജനപ്രിയനെന്നും കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാവ് എന്നൊക്കെ വിളിക്കുന്ന ഷാഫി പറമ്പിലടക്കം ഒരാള് പോലും ധർമ്മടത്ത് അബ്ദുൾ റഷീദിന് വേണ്ടി സംസാരിക്കാൻ ചെന്നില്ല എന്ന് അദ്ദേഹം പരാതി പറയുമ്പോൾ എങ്ങനെയാണ് സ്വന്തം ഒരു സ്ഥാനാർത്ഥിക്ക്, തങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് ഒരു തെരഞ്ഞെടുപ്പ് പര്യടനം നടത്താൻ ഒരു നേതാവായിട്ട് ചെല്ലാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അടുത്ത 5 വർഷം ഈ UDF നേതൃത്വം, അതിന് രമേശ് ചെന്നിത്തല ആയാലും VD സതീശനായാലും KC വേണുഗോപാലായാലും ആരായാലും ഇവരെങ്ങനെയാണ് ഭരിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരുപക്ഷെ 10 വർഷം ഇവിടെ പിണറായി ഭരിച്ച അവസാനത്തെ 5 വർഷത്തെക്കാളും വളരെ ദുരന്തമായിട്ടുള്ള ഒരു ഭരണമായിരിക്കും ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കാഴ്ചവെക്കാൻ സാധിക്കുക. കാരണം സ്വന്തം സ്ഥാനാർത്ഥി കൂടെ അവർക്ക് വിശ്വാസമില്ല. അബ്ദുൾ റഷീദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആരെങ്കിലും ഒരാൾ ഷാഫി പറമ്പിൽ ഒന്ന് പോയാൽ മതി, ജസ്റ്റ് ഒന്ന് പോയാൽ മതി. ഷാഫി അത്രത്തോളം ജനപ്രിയനാണല്ലോ. അതേ ഷാഫി പറമ്പിൽ ഈ പറഞ്ഞ അബ്ദുൾ റഷീദിനോടൊപ്പം ഒരു 2-3 ദിവസം ഒന്ന് ചെലവഴിച്ചിരുന്നെങ്കിൽ, ഒരു ദിവസം ഒന്ന് പോയി ആ മണ്ഡലത്തിലൂടെ ഒരു പര്യടനം നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് മാറുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ധർമ്മടത്ത് ആരാ ജയിച്ചതെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ അല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന 10 വർഷം ഇവിടെ ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വിജയിച്ചാൽ പോരാ. ആദ്യത്തെ റൗണ്ടുകളിൽ മുഴുവൻ, അവസാനത്തെ 2-3 റൗണ്ടുകളിൽ അവരുടെ കൊടുകെട്ടിയ പഞ്ചായത്തുകളിൽ നിന്നൊരു അല്പം വോട്ട് കിട്ടി വിജയിച്ചു എന്നതൊഴിച്ചാൽ ബാക്കി മുഴുവൻ സമയം പിണറായി തോറ്റുകൊണ്ടാണെന്നത്. ഒരുപക്ഷെ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ഇനി അതെങ്കിലും അതുപോലെ മറ്റാരെങ്കിലുമോ ഈ സ്ഥാനാർത്ഥിയെ ഒന്ന് സഹായിക്കാൻ, ഒന്ന് കൂടെ ചെല്ലാൻ, ഒരു റൗണ്ട് ഒരു റാലി നടത്താൻ ഒന്ന് ചെന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഇവരുടെ കടിപിടി കൂടുന്നത്? അപ്പൊ UDF-ന് പോലും ഇങ്ങനെ തങ്ങൾ ജയിക്കുന്നു, ഞങ്ങൾ ജയിക്കും എന്നൊക്കെ പറയുമെങ്കിലും 3ാം ഭരണം, പിണറായിയുടെ നേതൃത്വത്തിലുള്ള 3ാം ഭരണം വരും എന്ന് തന്നെയാണ് VD സതീശനടക്കമുള്ള മുഴുവൻ ആൾക്കാരും പ്രതീക്ഷിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ധർമ്മടത്ത് ഒരു മനുഷ്യൻ ചെല്ലാതിരുന്നത്. അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പൾസ് അറിയാവുന്ന, അവിടെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി വോട്ട് ചോദിച്ച് അവരുടെ ജനങ്ങളുടെ അഭിപ്രായം അറിയാവുന്ന സഖാക്കൾ, ആ സഖാക്കളുടെ ഉള്ളിൽ തങ്ങളുടെ പാർട്ടിയോടുള്ള അടങ്ങാത്ത സ്നേഹമാണെന്നും ആ പാർട്ടിയെ നിലനിർത്താനുള്ള അടങ്ങാത്ത ത്വരയാണെന്നും
അതിനുവേണ്ടി ഈ പിണറായിക്ക് ഒരു അടി കൊടുക്കാതെ നിവൃത്തിയില്ല എന്നും അതിന് കൊള്ളാവുന്ന തങ്ങളെ ധർമ്മടത്തെ അടക്കം മുഴുവൻ ആ പ്രദേശത്ത് മുഴുവൻ കാക്കുന്ന കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ആ ചെറുപ്പക്കാരനെ ജയിപ്പിച്ചങ്ങ് വിട്ടേക്കാം എന്നവർ തീരുമാനിച്ചിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ പിന്നിൽ ഒരാൾ പോലും, അതായത് ഇനി അധികാരമേൽക്കാൻ പോകുന്ന ആ മന്ത്രിസഭയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് നേതൃനിരയിലായിക്കോട്ടെ അതിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഒരാൾ പോലും അയാളെ പിന്തുണയ്ക്കാൻ ചെന്നില്ല എന്ന് പറയുമ്പോൾ ധർമ്മടത്ത ജനങ്ങളെയാണ് നിങ്ങൾ പറ്റിച്ചത്. ധർമ്മടത്ത ജനങ്ങളെ എന്ത് വാഗ്ദാനമാണ് പിന്നെ ഇദ്ദേഹം കൊടുക്കേണ്ടത്? അദ്ദേഹം നിങ്ങളെ കാല് പിടിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു, ഒന്ന് വരണം, മണ്ഡലത്തിൽ ഒന്ന് വരണം, നമ്മൾ ജയിക്കും. ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല റിസൾട്ട്. നോക്കൂ, ധർമ്മടത്തെ അവസ്ഥ എന്താ? കപ്പിത്താൻ ജയിച്ചു. ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ആ കപ്പിത്താൻ എങ്ങനെയെങ്കിലുമൊക്കെ ആടി നീന്തി വെള്ളം കുടിച്ചു, കുറേയൊക്കെ വെള്ളം കുടിച്ചും അല്ലാതെയും ഒക്കെ എങ്ങനെയെങ്കിലും കരപറ്റി. പക്ഷെ ആ സമയത്ത് കപ്പൽ മുങ്ങിപ്പോയി. ആ കപ്പലിനോടൊപ്പം ആ കപ്പിത്താനിനെ കൂടി മുക്കിക്കൊല്ലാനുള്ള ഏറ്റവും വലിയ ഒരു അവസരമാണ് UDF നേതൃത്വം കളഞ്ഞു കുളിച്ചത്. അല്ലെങ്കിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും അതുപോലെ മറ്റുള്ളവരും ചേർന്ന് കളഞ്ഞു കുളിച്ചത്. ഇത് തിരിച്ചറിയാൻ കണ്ണൂരിന്റെയും കോഴിക്കോടിന്റെയും ഒക്കെ പൾസ് കൃത്യമായി അറിയാവുന്ന ഷാഫി പറമ്പിന് പോലും സാധിച്ചില്ല എന്ന് പറയുമ്പോൾ സ്വന്തം സ്ഥാനാർത്ഥികളെ 140 മണ്ഡലങ്ങളിൽ UDFന് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമല്ലോ, അതിൽ സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കാൻ പോലും അവർക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇവരെ വിശ്വസിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ധർമ്മടത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ജയിച്ചു എന്ന് വെച്ചാൽ ജയിച്ചിട്ടില്ല. അവിടെ അബ്ദുൾ റഷീദാണ് ജയിച്ചത്. കാരണം അത്രത്തോളം വലിയ ഒരു ടൈറ്റ് ഒരു മത്സരമായിരുന്നു അവിടെ നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിണറായിയുടെ നെഞ്ചിടിക്കായിരുന്നു 6-7 റൗണ്ട് എണ്ണുന്ന സമയത്ത്. ജനങ്ങൾ മുഴുവൻ, ചാനലുകളൊക്കെ അന്തം വിട്ടിരിക്കുകയായിരുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന്. 10 വർഷം ഭരിച്ചിട്ടുള്ള പിണറായി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ആദ്യ റൗണ്ട് മുതൽ ലീഡ് ചെയ്യേണ്ടതാണ്. ആദ്യ റൗണ്ട് ഒരു റൗണ്ടിൽ പോലും തോൽക്കാൻ പാടില്ലാത്തതാണ്. നോക്കൂ, അങ്ങനെയുള്ള മണ്ഡലങ്ങൾ വേറെ ഉണ്ട്. UDFന്റെ പ്രതിനിധികൾ മത്സരിച്ച മണ്ഡലങ്ങളുണ്ട്. ഒരു റൗണ്ടിൽ പോലും താഴേക്ക് പോകാത്ത ഏരിയകൾ ധാരാളം ഉണ്ടെന്ന് പരിശോധിച്ച് നോക്കണം. എന്നാൽ താരതമ്യേന പുതുമുഖമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ വിശ്വസിച്ച് ധർമ്മടം മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാർ നിന്നപ്പോ ആ വോട്ടർമാർക്കൊപ്പം ആ സ്ഥാനാർത്ഥിക്കൊപ്പം, അതായത് തങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിക്കൊപ്പം UDF നേതൃത്വം നിൽക്കാത്തതിന്റെ ഫലമാണ് ഇന്ന് പിണറായി വിജയൻ അവിടെ ജയിച്ചു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതായത് CPMന്റെ, അതായത് കേരളത്തിൽ അങ്ങോളമുള്ള CPM സഖാക്കളുടെ, അവരുടെ പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് മാത്രമാണ് UDFന് കിട്ടിയിട്ടുള്ള നേട്ടം. അല്ലാതെ UDFന്റെ ആ ഒരു ഭരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങോട്ട് മറിച്ചു കളയും എന്നുള്ള ഒരു വിശ്വാസത്തിൽ കൊണ്ട് കുത്തിയതാണ് എന്ന് കരുതണ്ട. ഇപ്പോഴത്തെ ധാരണ അതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അബ്ദുൾ റഷീദിനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതും കൂടെ കേൾക്കാം. ആരും വിശ്വസിച്ചില്ല. ഞാൻ നേതാക്കന്മാരോടൊക്കെ അഭ്യർത്ഥിച്ചു ഒന്ന് വരണം. ഞാൻ എൻ്റെ മുഴുവൻ ദേശീയ നേതാക്കന്മാരോടും എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു, ഒന്ന് വരണം, മണ്ഡലത്തിൽ ഒന്ന് വരണം, നമ്മൾ ജയിക്കും. പക്ഷെ ആരും ചെവി കൊണ്ടില്ല. എല്ലാവരും പുഞ്ചിരിച്ച് അതിനെ തള്ളുകയാണ് ചെയ്തത്. അവസാനം ഞാൻ വടകര MP ഷാഫി പറമ്പിലിനോടും പറഞ്ഞു, നിങ്ങളെങ്കിലും ഒരു ദിവസം വരണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ് അദ്ദേഹം. പക്ഷേ പരിപാടി ക്യാൻസൽ ചെയ്യാണ്. ഈ 10 വർഷക്കാലം പിണറായി വിജയനെതിരെ പറഞ്ഞവരാരും തന്നെ ധർമ്മടത്ത് വന്നിട്ടില്ല എന്നുള്ള സങ്കടമാണ്. ഞാൻ അന്നും പറഞ്ഞു, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല റിസൾട്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു ധർമ്മടത്ത്. കാരണം വേറെ ആരും ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല, ഒരു പൊതുയോഗം വെച്ചിരുന്നില്ല, ഒരു റാലി, അവസാനത്തെ കൊട്ടിക്കലാശം ഒഴിച്ചു നിർത്തിയാൽ ഒരു റാലിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിരാവിലെ 5:30 ഞാൻ ഇറങ്ങും. 5:30 മോർണിംഗ് വാക്കിൽ തുടങ്ങിയാൽ പുലർച്ചെ 3 മണിയാണ്. കേവലം ഉറങ്ങിയത് 2-2.5 മണിക്കൂറാണ്. എങ്ങനെ അങ്ങനെ സാധിച്ചെന്ന് എനിക്കിപ്പോഴും വ്യക്തതയില്ല. കാരണം ഞാൻ ഒരു ദിവസം തലയിറങ്ങി വീണു പ്രചരണത്തിൻ്റെ ഇടയിൽ. ആരോഗ്യവാനായ ഒരാളാണ്. അങ്ങനെ ആ ജനത്തോടൊപ്പം നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും, ഞാൻ കടക്ക് പുറത്തൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് ചേർന്ന് നിന്നപ്പോൾ അവരെന്നെ ചേർത്ത് പിടിച്ചു. ഒരു സുപ്രഭാതത്തിലാണ് ഞാൻ ധർമ്മടത്തേക്ക് പോകുന്നത്. അവിടെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെയുള്ളത് ആൻറ്റി പിണറായിസമാണ്. പിണറായി വിരുദ്ധത മനസ്സിലിങ്ങനെ ആളിക്കത്തുകയാണ് ജനങ്ങളുടേത്. സ്വാഭാവികമായിട്ടും ഞാൻ ജനങ്ങളുടെ മുമ്പിൽ ചിരിച്ച് അതിനെതിരെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ജനം അത് സ്വീകരിച്ചു. തീർച്ചയായും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പരാജയമാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം കാട്ടിക്കൂട്ടിയ സകല പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം മാപ്പ് പറയണം എന്നുള്ള ആവശ്യപ്പെടാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.